വെൽക്കം ടു ബിറ്റ്സ് ഓഫ് മീ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഹോസ്പിറ്റൽ ബാഗ് മോം എഡിഷനാണ്. പ്രീവിയസ് വീഡിയോയിൽ നിങ്ങൾ ഓൾറെഡി ബേബി എഡിഷൻ കണ്ടതാണല്ലോ. അപ്പം ഇങ്ങനൊരു ബാഗിലാണ് ഞാൻ എൻ്റെ സാധനങ്ങളും അതേപോലെ കോമൺ എസെൻഷ്യൽസൊക്കെ വെച്ചിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ 2 ബാഗും ഒരു ലേബർ റൂമിൽ കൊടുക്കേണ്ട സാധനങ്ങൾ വെച്ച് ഒരു ചെറിയ ബാഗുമാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമുക്ക് വേണ്ടത് നമ്മുടെ ഡോക്യുമെൻറ്റ്സാണ്. ഞാൻ കാണിച്ച ഹോസ്പിറ്റലിലെ എല്ലാ സ്കാൻ റിപ്പോർട്ട്സ്, ബ്ലഡ് ടെസ്റ്റ് റിപ്പോർട്ട്സ് ഒക്കെ ഇതിലുണ്ട്. അതുപോലെ തന്നെ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന അയൺ ടാബ്ലറ്റ്സ്, കാൽഷ്യം ടാബ്ലറ്റ്സ് ഒക്കെ ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു പെന്നും, പിന്നെ എൻ്റെ ID കാർഡ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, എൻ്റെയും ഹസ്ബൻഡിൻ്റെയും പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ സെപ്പറേറ്റ് സ്കാൻ റിപ്പോർട്ട്സും ബ്ലഡ് ടെസ്റ്റൊക്കെ സെപ്പറേറ്റ് ഒരു കവറിലാക്കി ഫയലിൽ വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ലേബർ റൂമിലേക്ക് ഡെലിവറി കഴിഞ്ഞാൽ ഫ്രഷായിട്ട് ഇടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സസ്സാണ് എൻ്റേത്. അതൊരു ഫുൾ ഓപ്പൺ നൈറ്റിയും, പിന്നെ എൻ്റെ ഇന്നർ വെയറും, പിന്നെ ഒരു മെറ്റേണിറ്റി പാഡും ഒരു ഷോളുമാണ് ഞാൻ ഈ ഒരു കവറിൽ ഉൾപ്പെടുത്തിയേക്കുന്നത്. ഇതൊക്കെ കൂടെ ലേബർ റൂമിലേക്ക് എൻ്റെയും ബേബിയുടെ സാധനങ്ങളും ഒക്കെ കൂടെ ഞാനൊരു ചെറിയ ബാഗിൽ, ഇത് ഓൾറെഡി നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, ഈ ഒരു ബാഗിലാണ് ഈ 3 സാധനങ്ങളും ഞാൻ വെച്ചേക്കുന്നത്. അപ്പം ഇത് ഡയറക്റ്റ് എടുത്ത് നമുക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഈ മോം എഡിഷനിൽ നെക്സ്റ്റ് വെച്ചേക്കുന്ന 4 നൈറ്റിയാണ്. നമ്മളോട് പറഞ്ഞേക്കുന്നത് C-സെക്ഷൻ ആണെങ്കിൽ 4 ഡേയ്സും നോർമൽ ഡെലിവറി ആണെങ്കിൽ 3rd ഡേ ഡിസ്ചാർജ് ഉണ്ടാവുന്ന. അപ്പം അത് രണ്ടും കണക്കാക്കിയിട്ട് ഞാൻ 4 സിപ്ലെസ് മെറ്റേണിറ്റി വെയറാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ എൻ്റെ ഇന്നർ വെയറും വെച്ചിട്ടുണ്ട്. അപ്പം ഇത് ഫുൾ ലെങ്ത്തിൽ വരുന്ന മെറ്റേണിറ്റി വെയറാണ്, സിപ്ലെസ്, സിബില്ലാത്ത ടൈപ്പ്. ഇങ്ങനെ പൊക്കാൻ പറ്റുന്ന പോലത്തെ റയോൺ മെറ്റീരിയലിൻ്റെ ഇതാണ്. നെക്സ്റ്റ് വരുന്നത് ഫീഡിങ് പില്ലോ ആണ്. ഇത് ആക്ച്വലി ഹോസ്പിറ്റലിൽ യൂസ് ഉണ്ടോയെന്ന് ഉള്ളത് എനിക്കറിയില്ല, ബട്ട് സ്റ്റിൽ ഞാൻ എടുത്തു വെച്ചതാണ്. ഇതൊരു മീഷോ പ്രോഡക്റ്റാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. പക്ഷേങ്കിൽ ഇത് ഇനീഷ്യൽ ഡേയ്സിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഫീഡിങ് പില്ലോ ആവശ്യം ഉണ്ടാവുള്ളൂ, ഒന്ന് ബേബീനെ എടുക്കാനൊക്കെ പഠിക്കുന്നത് വരെ. പിന്നെ ഒരു ഹോം കമ്മിങ് ഔട്ട്ഫിറ്റാണ് ഇത്. ഒരു മെറ്റേണിറ്റി കുർത്ത, സിബിൾ, 2 സൈഡിലും സിബിൾ ഒരു മെറ്റേണിറ്റി കുർത്തയും അതിന് മാച്ചാവുന്നൊരു ബ്ലാക്ക് പാൻറ്റും ഞാൻ എടുത്ത് വെച്ചതാണ് വീട്ടിലേക്ക് വരുമ്പം ഇടാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുറച്ച് ന്യൂസ് പേപ്പേഴ്സും കവേഴ്സുമാണ്. ന്യൂസ് പേപ്പേഴ്സ് എന്തെങ്കിലുമൊക്കെ ഡിസ്പോസ് ചെയ്യാൻ, ഇപ്പം നമ്മുടെ മെറ്റേണിറ്റി പാഡായാലും കുട്ടീൻ്റെ ഡയപ്പറായൊക്കെ ഡിസ്പോസ് ചെയ്യാം. മറ്റേത് ലോണ്ട്രി ബാഗായിട്ട് യൂസ് ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് ബെഡ്ഷീറ്റ്സാണ്. ഞാൻ ടോട്ടൽ ഒരു 3 ബെഡ്ഷീറ്റും 3 പില്ലോ കവറും എടുത്തിട്ടുണ്ട്. ബൈ സ്റ്റാൻഡേഴ്സിനും ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. ബെഡ്ഷീറ്റ്സ് ഒക്കെ സിംഗിൾ ബെഡ്ഷീറ്റ്സാണ് ഞാൻ എടുത്തേക്കുന്നത്. അങ്ങനൊരു 3 എണ്ണം കരുതിയിട്ടുണ്ട്. ഇനി അടുത്ത വരുന്നതാണ് പാത്രങ്ങൾ. ഞാനൊരു ഇങ്ങനൊരു കവറിൽ ചെറിയൊരു തൂക്കുപാത്രം, 2 സ്റ്റീലിൻ്റെ പ്ലേറ്റ്, 2 സ്പൂണ്, 2 ഗ്ലാസ്, ഒരു ലഞ്ച് ബോക്സ്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പുറത്തേക്ക് എടുത്ത് കാണിക്കുന്നില്ല. ഇതൊക്കെ ബേസിക്കായിട്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മൾ എല്ലാവരും എടുക്കുന്ന സാധനങ്ങളാണല്ലോ. ഇനി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്ഡോമിനൽ ബൈൻഡറാണ്. ഇത് പ്രസവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വയറിലെ മസിൽസിനൊരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വയറ് കെട്ടുമല്ലോ. അപ്പം അത് പ്യുവർ കോട്ടൺ മെറ്റീരിയലിലുള്ള സ്കിൻ ആൻഡ് കോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ അബ്ഡോമിനൽ ബൈൻഡറാണ് ഞാൻ എടുത്തേക്കുന്നത്. നെക്സ്റ്റ് കാണിക്കുന്ന ഒരു ഫീഡിങ് എന്താ പറയുക, ഷോൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമുക്ക് ആൾക്കാരൊക്കെ വരുമ്പം മറിച്ചിട്ട് ഫീഡ് ചെയ്യാൻ പറ്റുന്ന ബട്ടൺസൊക്കെ വരുന്ന ടൈപ്പ് ഓഫ് ഒരു ഷോളാണ്. ഇത് ഞാൻ ഫസ്റ്റ് ക്രൈയിൽ നിന്നാണ് വാങ്ങിച്ചേക്കുന്നത്. ഇത് ഒരു ഓഫറിന് കിട്ടിയതായിരുന്നു. നെക്സ്റ്റ് ഞാൻ 2 ബാത്ത് ടവൽ എടുക്കുന്നുണ്ട്. 2 തോർത്ത്, നോർമൽ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന 2 തോർത്ത്, കുളിച്ച് കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ മുഖം തോർത്താനൊക്കെ നമുക്ക് എടുക്കാം.
നെക്സ്റ്റ് ഞാനിങ്ങനൊരു പൗച്ചിൽ എൻ്റെ വളരെ ബേസിക്കായ സാധനങ്ങൾ, എനിക്ക് സ്കിന്നിന് യൂസ് ചെയ്യുന്ന ഓയിൻമെൻറ്റ്സ്, അതേപോലെ സ്കിന്നിന് യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ, ഒരു ചെറിയ കോംബ് ഒക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് ഇപ്പോൾ കാണിക്കുന്നത് മെറ്റേണിറ്റി പാഡാണ്. മെറ്റേണിറ്റി പാഡ് തന്നെ ഞാൻ 2 ടൈപ്പ് എടുത്തിട്ടുണ്ട്. ഒന്ന് നോർമൽ, നമ്മുടെ ബെല്ലയുടെ നോർമൽ എക്സൽ പാഡ്സും, അതുപോലെ നുവ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ 5 വരുന്ന ഡിസ്പോസിബിൾ പീരിയഡ് പാൻറ്റീസുമാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കി ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കും. പിന്നെ ടോയ്ലറ്ററീസാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ ഡെറ്റോള്, സാനിറ്റൈസർ, സോപ്പ്, പിന്നെ നമ്മുടെ ഹാൻഡ് വാഷ്, ഡിഷ് വാഷ്, പിന്നെ ഒരു ചെറിയ ഓയിൽ നമുക്ക് കുളിക്കാനൊക്കെ വേണ്ടിയിട്ട്, പിന്നെ അതുപോലെ ബ്രഷ്, പേസ്റ്റ്, ടങ് ക്ലീനർ, അതേപോലെ സിസേഴ്സ് ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ടോട്ടൽ എൻ്റെ ബാഗിൽ ഞാൻ ഹോസ്പിറ്റലിലേക്ക് വേണ്ടിയിട്ട് എടുത്ത് വെച്ചേക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത്ര തന്നെ കൂടുതലാണ്, ഇത് മതി.